ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ കുഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഞായറാഴ്ചയായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പിൻ്റെ ക്ലാസ്സിൻ്റെ കുട്ടികളുണ്ട്, അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 3 പേരെ വന്നുള്ളൂ കേട്ടോ. കുറച്ച് പേരൊക്കെ ലീവായിരുന്നു. ഞാൻ കുട്ടികളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ 3 പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശങ്കരേട്ടനാണ് കേട്ടോ കേക്ക് സ്പോൺസർ ചെയ്തേക്കണത്. വാൻചോ എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കേക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കേക്കൊക്കെ മേടിക്കുക അവിടെ നിന്നാണ്. അവിടുത്തെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ മൈലാഞ്ചി കിട്ടും. പെട്ടെന്ന് ചോക്കുന്ന മൈലാഞ്ചി ആയിരുന്നു കേട്ടോ. അത് കാരണം പെട്ടെന്ന് പണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ്. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും രേഷ്മയും കൂടി കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇതാ മുകളിലിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് മേടിച്ചത്. ഇവിടുത്തെ കേക്ക് നല്ല ടേസ്റ്റാണ്. ഇവിടെ തന്നെയാണ് കേട്ടോ അവരത് ബാക്ക് ചെയ്യുന്നത്. അത് കാരണം അടുത്ത ബേക്കറി ഐറ്റംസും ഒക്കെ അവർ ഉണ്ടാക്കുന്നതാണ്. കൂടുതലും അവരുണ്ടാക്കുന്നതാണ് കേട്ടോ അവിടെ. അത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ക്ലാസ്സിലേക്ക് കേക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ കുട്ടികളും അതുമായി നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷമായി കേട്ടോ. നമ്മളങ്ങനെ 10,000 സബ്സ്ക്രൈബേഴ്സായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ്. പക്ഷേ അത് ഇത്രയിടം വരെയൊക്കെ എത്തും എന്നുള്ളത് കാരണം നമ്മൾ സാധാരണക്കാർ ഉയർന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പേരിൽ കുറച്ച് മധുരം എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. അത് ആവണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഓരോ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം കൊണ്ട് മോണിറ്റൈസേഷൻ ആവുന്ന സമയമാകുമ്പോഴത്തേനും ചാനൽ വീഡിയോസ് എങ്ങാനും സ്റ്റക്കാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അതിനൊരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ അതൊക്കെ പതുക്കെ ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പരമാവധി ട്രൈ ചെയ്യും കേട്ടോ. അത് എല്ലാ സംഭവങ്ങളും നന്നായി വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഇനിയും തുടർന്നുണ്ടാവണം. ഇനി വരുന്ന സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുഞ്ഞൊരു മധുരം നമ്മളെല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഞാനിങ്ങനെ കേക്ക് മുറിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഡെക്കറേറ്റ് ചെയ്ത് തരണോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്ന ബലൂണൊക്കെ അവർ ബാക്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ പൊട്ടിപ്പോയി കുറേയൊക്കെ. എന്നാലും അവരുടെ വക ഒരു ഡെക്കറേഷൻ ചെയ്തതാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് പേര് നമ്മൾ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്ത് എത്താൻ പറ്റാത്തവരുണ്ടായിരുന്നു. അതിന് ശേഷം വന്നവരുണ്ട്. അവരൊന്നും ശരിക്കും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പിന്നെ ദേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ, നമ്മുടെ വീഡിയോയിൽ നിറസാന്നിധ്യമായിട്ടുള്ള ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം മൂപ്പരാള് പിള്ളേർക്ക് കേക്ക് കൊടുക്കുമ്പോൾ ഞാനും കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആള് ചോദിക്കുകയാണ്. ശരിയാണ്, ആളെ പേരിലൊരു ഉണ്ണി ഉണ്ടല്ലോ, ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ആളതും പറഞ്ഞിട്ടാണ് കേട്ടോ കേക്ക്. ഞാനും കുട്ടിയല്ലേ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് വേണം എന്നൊക്കെ പറയണ ആള്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി കേട്ടോ. 2023 മാർച്ചിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരു ഫ്രണ്ടിനെയും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കുട്ടിക്കാണെങ്കിൽ ആ സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് അവർ ഒറ്റയ്ക്ക് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് വിഷമമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കും ഓരോരുത്തരുടെ താല്പര്യമല്ലേ എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പിന്നീട് ഒറ്റയ്ക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാളെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ശങ്കരേട്ടനും പിന്നെ എൻ്റെ അനിയത്തിയും പിന്നെ ഉണ്ണിക്കുട്ടനും അതുപോലുള്ള എല്ലാവരും നമ്മുടെ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വന്നു തുടങ്ങി. പിന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ പേര് എടുത്ത് പറയണം, കാരണം അമ്മയ്ക്ക് ഡയലോഗൊന്നും പറയാൻ അറിയില്ലെങ്കിലും പാവം എന്താ പറയുക, ചുമ്മാ വായ എനക്കിയിട്ടൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ അമ്മ വീഡിയോയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരു സംഭവത്തിൽ നമ്മൾ എന്തെങ്കിലും നേടുമ്പോൾ അതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരെയും നമ്മൾ ഓർക്കണം.
അവരോട് നന്ദിയുള്ള ആൾക്കാരായിരിക്കണം നമ്മൾ. അപ്പോൾ ഞാനതൊക്കെ വളരെ വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശങ്കരേട്ടൻ വരുന്നുണ്ട് കേക്ക് മേടിക്കാൻ വേണ്ടി. ആളാണ് ക്യാമറ കൈകാര്യം ചെയ്ത് തരുന്നത്. അപ്പോൾ ആൾ പിന്നീട് വന്നിട്ട് കേക്ക് മേടിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി ഒതുങ്ങി മാറി നിൽക്കണതുകൊണ്ടൊന്നും വിചാരിക്കണ്ട, അവൾക്ക് ആൾക്കാരെ കണ്ടിട്ടുള്ള ആ ഒരു ഇതുകൊണ്ടാണ്. ഞാനും ആകപ്പാടെ എല്ലാവരും കൂടി വന്നപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു ഫംഗ്ഷനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത കാരണം കൊണ്ടുള്ളൊരു കയ്യും കാലും വിറക്കലും അതുമാതിരി സംസാരിക്കുമ്പോൾ ബബ്ബടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ ആ സ്പോട്ടിൽ സംസാരിച്ച സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എല്ലാവരും പാടെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയേണ്ടത് എന്താന്ന് അറിയാണ്ടായിപ്പോയി. അതുപോലെ തന്നെയാണ് അവൾ മാറി നിൽക്കുന്നത്. അവൾക്ക് തലവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആൾ ഒഴിഞ്ഞു നിൽക്കുന്നത്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വിഷ്ണു വന്നത്. അപ്പോൾ വിഷ്ണുവിന് കേക്ക് കൊടുത്തു. അതുപോലെ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് വന്നത് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരോട് സംസാരിക്കാനുള്ള ഒരു ഇതിൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഫോട്ടോസായിട്ട് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ സ്വീറ്റ്സ് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ബാക്കി എല്ലാവരും ഉണ്ണിക്കുട്ടനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരാണ് കേട്ടോ, അഞ്ജുഷ, പ്രസീത. അവർ തന്നതാണ് ആ സ്വീറ്റും പിന്നെ എനിക്കൊരു കപ്പും ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, എന്തിനാണ് നിങ്ങൾ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ അത് അവരെ ഒരു സന്തോഷമാണെന്നാണ് പറഞ്ഞത്. അവരിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മമാരാണ്. അപ്പോൾ നമ്മളോട് വന്ന് സംസാരിച്ച് നമ്മൾക്ക് ഒരേ വൈബുള്ള ആൾക്കാർ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇതേ കാർത്തികേച്ചി വന്നിട്ടുണ്ട്, നമ്മുടെ ദുബായ് പാലസിലെ മാനേജറാണ് കേട്ടോ കാർത്തികേച്ചി. അപ്പോൾ നമ്മളെല്ലാവരും പാടെ വന്നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് ഉള്ള ഒരു മധുര സന്തോഷമായിട്ട് എല്ലാവരും പാടെ എടുത്ത് വളരെ സന്തോഷമായിട്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം പിരിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാറ്റിനും നന്ദി എനിക്ക് നിങ്ങളോടും പറയാനുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.